തുടങ്ങാം. അപ്പൊ എല്ലാരും ഒന്ന് സൈലന്റ് ആവുക. അങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് 3 പുതിയ അതിഥികളും കൂടെ വരെയാണ്. ഓക്കെ, നാല്. അപ്പം അപ്പൊ ഗൈസ്, നമ്മളെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പൊ നമ്മള് പുതിയ മെമ്പേഴ്സ് നമ്മളെ ഫാമിലിക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. നമ്മളെ മാസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയർ കുറുപ്പേ. വേറെ ഏത് ഗാങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നേ? അയ്യോ, കുറുപ്പ് ചത്തു. കുറുപ്പ് ഡെഡായി. എനിവേ, VMRG recruiting X Mass Rex 2 MRG Rex. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് റെക്സ് ആണ് ഗൈസ്. മാസിലായിരുന്നു റെക്സ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സിഎമ്മിലായിരുന്നു കേട്ടോ. റീസെന്റ് ആയിട്ട് പ്രഡിക്റ്റഡ് ലോഡിംഗ് ഷോട്ട്. അല്ല, നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാത്ത പ്ലേയേഴ്സും കൂടി ഉണ്ട്. റേഡിയോ 71 കേറാൻ പെട്ടെന്ന് പറ്റുമെന്ന് അറിയില്ല. കേറാൻ പറ്റത്തുള്ളൂ. അല്ല റെക്സേ, എന്താ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്? സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയല്ലേ? ഷൗട്ടിട്ട് പറ. ഞാൻ അടുത്ത ബിലാലിനെ ചീത്ത പറയാൻ പോയത് വണ്ടി ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഷെയ്ക്കിനും എല്ലാവർക്കും റാംബോയ്ക്കും എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ മാസ് സിഎം. എനിവേ, വെൽക്കം ടു MRG. വെൽക്കം ടു MRG. ബെസ്റ്റ് ഓഫ് ലക്ക്. വാർസെറ്റ് റാംബോ, നീ ഒന്ന് ഇട്ടാണ് T/war. അവിടെ നിന്നോടാ, പുള്ളിന്റെ അടുത്ത് നിന്നോ. ഫുള്ളായടാ ബിലാലെ? ആൾക്കാരുണ്ടോ? ഇല്ല, രാസത്താള് സെറ്റാക്കാം. വണ്ടി വരുന്നുണ്ട്. ഗൈസ്, ഒരു കാര്യം കൂടി പറയാണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ആക്കാം. നമുക്ക് പുറത്ത് ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു ഇതിനെ പറ്റി. ഒറ്റ മിനിറ്റ് ഒന്ന് കൊള്ളിയാണ് ഗൈസ്. ഇത് T47 വിളിച്ചൊരു പ്ലെയർ ആയിരുന്നു റെക്സ്. നിങ്ങൾക്ക് അറിയില്ല. റെക്സ് T47 വിളിച്ചിട്ട് അവിടെ ഇതേപോലെ MRG കോള് വന്നു കഴിഞ്ഞാല് തിരിച്ച് MRGക്ക് തന്നെ പോകുന്ന പറഞ്ഞ ഒരു പ്ലെയറും കൂടി ആയതുകൊണ്ടാണ് അത്രയും ഇവിടെ കേറിയിട്ടില്ലെങ്കിൽ പോലും ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് കാണിച്ച ഒരു പ്ലെയർ ആയിരുന്നു. നമ്മളെ MRG കയറുന്ന അത്രയും ആഗ്രഹിച്ച ഒരു പ്ലെയറും കൂടി ആയിരുന്നു റെക്സ്. അപ്പൊ അത് എടുത്ത് പറയണമെന്ന് കരുതിയൊരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. എനിവേ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ആള് വിളിക്കാം. അടുത്തത് നമ്മളെ എക്സ് ഡയോസ് മെമ്പർ ആയിരുന്നു. വി ആർ വെൽക്കമിങ് എക്സ് ഡയോസ് വിംബി ആസ് MRG വിംബി. വിപ്സി സോറി ഗൈസ്. ഇവനെ ഞാൻ എപ്പോഴും വിംബി എന്നാ വിളിക്കുക. ഈ രാജുഭായി എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിയോ? ഇന്നാലും ഞാൻ വിംബി. സോറി. എനിവേ, വിപ്സി. സോറി ഗൈസ്. ഞാനല്ല, ഞാൻ ഇവനെ ഇത് ഇവിടുന്ന് മാത്രമൊന്നല്ല. വിപ്സി ആണ് ഗൈസ്. വെൽക്കം ബ്രോ, വെൽക്കം. വിപ്സി വാ, കേറി വാ, മേലോട്ട് വാ. തിരി സംസാരിച്ചോ, എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ?
ഹാപ്പി MRC ഫാമിലിയിലേക്ക് ഗൈസ് പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. പിന്നെ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട് ഇവിടെ. ഇത് എല്ലാരും ഫ്രണ്ട്സ് ആണ് നിന്റെ, മനസ്സിലായോ? അതാണ് എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, എന്റെ പഴയ ഫ്രണ്ട്സ്. പിന്നെ അങ്ങനെ വിപ്സി എക്സ്പെക്ടഡോ? നിങ്ങൾ കൊറേ പേര് വേറെ കൊറേ പേരായിരുന്നല്ലോ പല ചാറ്റിലും പല പോലെ കണ്ടിരുന്നത്. ഇവനെ വിംബി വിംബിന്നേ വിളിക്കോളൂ, എപ്പോഴും ഞാൻ അവനെ വിംബിന്നേ വിളിക്കോളൂ. ഹലോ സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് MRC. അത്രേ ഉള്ളൂ. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കേടാ. എന്തെങ്കിലും പറയാനുണ്ടോടാ? വെൽക്കം വെൽക്കം ടു താങ്ക് MRC യു ഫാമിലി. എനിവേ വെൽക്കം ടു MRC ഫാമിലി. നമുക്ക് താങ്ക് യു സോ മച്ച്. ആരോടാ ഇതല്ലോ ഓക്കേടാ. അവിടെ നിന്നോ. ഇവിടെ പണിയിലല്ലോ. ബാക്കിലോട്ട് നിന്നോ. അയ്യോ ഞാൻ ഏതടിച്ചേ? ഞാൻ ഇത് മാറിയിട്ടതാണല്ലടാ. ഞാൻ ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഇല്ല, ഞാൻ ഇടുന്നില്ല. ഞാൻ ഇന്ന് ഇട്ടാ പോളൂ. അതാ പച്ചയല്ലേ? പട കാറ്റ് വീശിയതാ. ഗായ്സ്, ഒരു ബോട്ടിൽ എക്സ്ട്രാ കിട്ടല്ല. മെയിൻ തിങ് എന്താ വെച്ചാല് നമ്മളെ ഫാമിലി വെറും ഒരു ഓസിയായിട്ട് പറയാണ്, ഈ ഒരു 5M അകത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല നമ്മൾ. അപ്പം അതർ ദാൻ 5M ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഓവർ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കഴിവേറി തന്നെയാണ് വിപ്സി. അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ലാസ്റ്റ് ഇപ്പം നടത്തിയ TV ഹോസ്റ്റ് ചെയ്ത അതിൽ ടോപ്പ് കില്ലെടുത്തത് വിപ്സി ആയിരുന്നു. അപ്പം എനിവേ വെൽക്കം ടു MRC. എല്ലാത്തിലും ഇത് ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ വേണം. അതൊരു കാര്യമുണ്ട് ശരിക്കും, അവനിങ്ങനെ കേൾക്കുന്നത്. അല്ല അവന് കേക്കാം. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ലാസ്റ്റത്തെ ആള് വന്നോ? ബിലാലെ ലാസ്റ്റ് ആള് വന്നു, ഞാനൊന്ന് എടുക്കാൻ പോണം, അത്രേ ഉള്ളൂ. എന്നാ ഇത് ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവനെ വെൽക്കം ചെയ്യുമ്പോഴത്തേക്ക് നീ ഇപ്പൊ എടുത്തിട്ടോ. ഇല്ല വെയിറ്റ് ഇവന് കഴിഞ്ഞിട്ട് പോവാം. വെൽക്കം ചെയ്തിട്ട് ഇതാക്കാം. പ്രശ്നങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തീർക്കാം. കേക്കില്ല പയ്യന്. മതി ഒതുങ്ങിയാണ് എല്ലാരും. നിക്കാൻ സ്ഥലമില്ല. എനിവേ നമ്മളെ തേർഡ് റിക്രൂട്ട്മെന്റ് വിളിക്കാം. അത് എല്ലാരും വെയിറ്റ് ചെയ്ത് നിക്കാന്ന്. ഇതാണ് വെയിറ്റിംഗ്. എന്താ ആക്രാന്ത്? അപ്പൊ അങ്ങനെ വിളിക്കല ശേഖ വിളിക്കേ. VMRC recruiting T47 Turbo as MRC Turbo. വേറൊരു പേര് കൂടി ഉണ്ട്, T47 Wisdom. അതെ, അവന് ഇങ്ങനെ വിളിച്ചാ മതി എന്നാ പറഞ്ഞത്. അവനെ ഇങ്ങനെ അറിയപ്പെടാനാണ് എല്ലാവർക്കും. വന്നപ്പോഴേ FPP ഒക്കെ ഇട്ടാ. ടർബോ നിന്നെ എങ്ങനെ വിളിക്കണം പറ. ടർബോ ഓക്കെ ടർബോ. ഹാപ്പി അല്ലേ? എന്താ പറയാനുള്ളത്? എന്താ വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് പറയാനാണ്, പെട്ടെന്ന് വെച്ചപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇതങ്ങോട്ട് കാണിക്കാന്നല്ലേ? എടാ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലടാ ടർബോ. നീ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആവല്ലേ? നീ കാര്യം പറ, നീ എന്താ പറയാനുള്ളത്? അവൻ പാനിക്കിലാന്നുള്ളത് കണ്ടില്ലേ? നിങ്ങൾ കറക്കണ നോക്ക്. കേക്കാവോ ടർബോ പാനിക്കൊന്നും ആവണ്ട. എനിവേസ് വെൽക്കം ബ്രോ, വെൽക്കം ടു MRC. താങ്ക് യു. നീ എക്സ് ഗാങ്സ് ഏതൊക്കെയായിരുന്നടാ? ഞാൻ T47 KTM നേരെ T47 പിന്നെ നേരെ ഇവിടെ KTM. വെൽക്കം ടു MRC. നീ അവിടെ പോയി നില്ല്, നിന്നത് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ കാണാം. എല്ലാരും വാർച്ചാറ്റ് ഇട്ട
വിസ്ഡാണ് നീയാണ് മാറിയിട്ടത്. നീ ഒരു പൊട്ടനാണെന്ന് എനിക്കറിയാം. നീ അത് തെളിയിക്കല്ലേ? ബ്ലേക്ക് 60% ആളാ, 60% ആളാ ബ്ലേക്ക്. അതറിയില്ലേ? ഇവന് കാർ കൊണ്ട് കുതിരയെ പോലെ നിർത്താനേ അറിയോ, വേറെ ഗൈസ് വെയിറ്റ് ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് പോരോ? അത് ബിലാലെ റെഡിയാണോ? റെഡി. ഹിയർ വി ഗോ അവർ 4th റിക്രൂട്ട്മെന്റ് ഗൈസ്. വെയിറ്റ് ബിലാലെ വന്നോട്ട്. റെഡി അല്ലേ ബിലാലെ? ബിലാലെ വിളിച്ചോ. Okay guys, we are welcoming T47 Nokia as MRZ Nokia. വെടി ഈ പയ്യൻകാരനാണ് 1 മണിക്കൂർ ലേറ്റ് ആയത്. ഈ പയ്യൻ എന്തായിരുന്നു പ്രശ്നം? പയ്യന് ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. പയ്യക്ക് എന്താണ് എത്ര ഇവിടെ സൈഡിൽ Nokia. മോനെ Nokia ഇവിടെ നോക്കി നിൽക്കുന്ന ഇവിടെ വന്നില്ലേ? കേക്കോടാ. ഓക്കെ നോക്കിയ എന്തെല്ലാം സുഖല്ലേ? കേട്ടൂറാ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ആക്കണേ. പയ്യനെ വർത്താനം പറയാൻ പറ്റില്ല. എന്ത് വാർച്ചാറ്റ് വർത്താനം പറയാൻ പറ്റില്ല. വർത്താനം പറയാൻ പറ്റില്ല. ഏതാ ഇത്? എന്തല്ല വിശേഷം? എന്തല്ല ടർബോന്റെ ഓരും കൂടി സംസാരിക്കും. സുഖല്ലേ? സുഖാണ്. എന്തായാലും വെൽക്കം ടു MRC ഫാമിലി. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാന്ന്. അത്രേ ഉള്ളൂ. എന്തുവാടാ നീ ഡബിളായി എന്താ പറയാനുള്ള? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ T47 കളിച്ചിരുന്നേ ഇത്രയും കാലം കൊറേ ആയിട്ട്. അപ്പോ ആടെ എന്നെങ്ങനെ ഞാൻ ആടി കേറുന്നില്ല, കളി നിർത്തി എന്നല്ല പറഞ്ഞ് നിൽക്കായിരുന്നു ഒരു ടൈമില്. അപ്പൊ അവരാന്ന് എന്നോട് പറഞ്ഞ ഇങ്ങനെ പോ, എന്റെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പൊക്കോ, നീ പോയി കളി. അവരാന്ന് എന്നെ പ്രഷറൈസ് ചെയ്ത്, അവരാന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കേറാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് അവര് കാരണം അന്ന് ഞാൻ അവിടെ കേറുന്നു. അപ്പൊ ഓലോട് താങ്ക്സ് പറയണം ഈ ടൈമില്. യെസ് അത്രേ ഉള്ളൂ. താങ്ക് യു T47 എല്ലാരും പറഞ്ഞ ഞാൻ കളി തുടങ്ങിയത് MG3 MG3, പിന്നെ ബെല്ലാരി കയറി. പിന്നെ ഞാന് ഇവിടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ആണെങ്കിൽ ഫസ്റ്റ് ഗ്യാങ് MG3, പിന്നെ കുറച്ചടുത്താണ്, അടുത്ത 10 കിലോമീറ്റർ. ഞാൻ ചോദിക്കട്ടെ, ഈ നിന്റെ പേരെന്താ? നോക്കിയേ? യെസ് Nokia W. ഒറ്റ മോഡലേ ഉള്ളൂ. പീഡിന്നൊക്കെ ഇറങ്ങിയോടാ നീ? ഇല്ലല്ല, പിടിയിലുണ്ട്. പിടിയാന്ന് NOKIA ആണ് YA ആണ്? YIA നോക്കിയ NOKIYA NOKIYA. മതിയടാ മതി. അതന്നെയായിരുന്നു എന്റെ പേര്. അപ്പൊ നോക്കിയ കൺഗ്രാറ്റ്സ്. വെൽക്കം ടു MRC. താങ്ക് യു.